ഇക്കഴിഞ്ഞ ദിവസം ആഫ്രിക്കൻ തീരത്തെ കടൽ കൊള്ളക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റിനെ, വെനിസ്വലൻ പ്രസിഡൻറ്റ് നിക്കോളാസ് മഡുറോയെയും കുടുംബത്തെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വെനിസ്വലയിൽ കടന്നു കയറി ബന്ദികളാക്കി കൊണ്ടുപോയിരിക്കുകയാണ്. അമേരിക്കൻ കോടതിയിൽ ഇന്ന് മഡുറോ പറഞ്ഞത്, എന്നെ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്, ഞാൻ ഒരു രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റാണ് എന്നാണ്. തീർച്ചയായും ഈ കാര്യം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ അമേരിക്ക പ്രവർത്തിക്കുന്നത്. ഇല്ലാത്ത രാസായുധങ്ങളുടെ പേരിൽ 2002 രാസായുധങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ UN അനുവദിക്കുകയും ഇറാഖിൽ രാസായുധങ്ങളൊന്നും ഇല്ല എന്ന് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഇല്ലാത്ത രാസായുധങ്ങളുടെ പേരിൽ ഇതുപോലെ തന്നെ ഒരു സ്വതന്ത്ര പരമാധികാരി റിപ്പബ്ലിക്കായിരുന്ന ഇറാഖിൻ്റെ പ്രസിഡൻറ്റ് സദ്ദാം ഹുസൈനെയും ഇതുപോലെ തന്നെ വിചാരണ ചെയ്ത് വധശിക്ഷ വിധിച്ചത്. ഇത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുകയും ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുകയും ചെയ്തു ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും ലോകരാഷ്ട്രങ്ങൾ മൗനമായിരുന്നിട്ടുണ്ട്. സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിലും വലിയ പ്രതിഷേധമൊന്നും ലോകരാഷ്ട്രങ്ങൾ ഉയർത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരം അധിനിവേശങ്ങൾ വിജയിക്കുന്നത് തീർച്ചയായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കക്ക് വലിയ ഒരു വിജയം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വെനിസ്വലയുടെ കാര്യത്തിൽ അമേരിക്കയുടെ കണക്കൂട്ടുകൾ പൂർണ്ണമായും തെറ്റിയിരിക്കുകയാണ്. വെനിസ്വലയിലെ എണ്ണശേഖരത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നീചപ്രവൃത്തി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചെയ്തത്. ആ എണ്ണശേഖരം ഉപയോഗിച്ചുകൊണ്ട് അത് വിലയൊന്നും കൊടുക്കാതെ ചുളുവിലയിൽ തട്ടിയെടുത്തിട്ട് അതുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഇപ്പോൾ തന്നെ ആകെ തകർന്നു നിൽക്കുന്ന എക്കോണമിയെ താങ്ങി നിർത്താം. അതായത് മറ്റൊരു രാജ്യം കൊള്ളയടിച്ചുകൊണ്ട് സ്വന്തം സാമ്പത്തിക വ്യവസ്ഥയെ രക്ഷിക്കാം എന്ന ഒരു വ്യാമോഹത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ എന്നാൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള നാറ്റോ രാജ്യങ്ങൾ, ജർമ്മനിയും ഫ്രാൻസും അതുപോലെ തന്നെ കാനഡയും എല്ലാം തന്നെ ഈ പ്രവൃത്തിയെ എതിർത്തിരിക്കുകയാണ്. ലോക രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ അമേരിക്കയുടെ ഈ പ്രവൃത്തിക്കെതിരായിട്ടുള്ള വലിയ ജനവികാരവും രോഷവും ഉയരുന്നുണ്ട്. കൂടാതെ അസന്നിഗ്ധമായ വാക്കുകളിൽ വ്ളാഡിമിർ പുടിൻ ഈ നടപടിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് കയറി പോലീസ് കളിക്കാൻ അമേരിക്കയ്ക്ക് എന്താണ് അവകാശമെന്ന് ചൈനയും ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര രംഗത്ത് വലിയ തോതിൽ ഒരു യുദ്ധഭീഷണി ഉളവാക്കുന്നതാണ് ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി. ഒരു പരമാധികാര രാജ്യത്ത് കടന്നു കയറി അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ്റിനെ തട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഈ നില തുടർന്നാൽ, ഇപ്പോൾ ട്രംപ് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, കൊളംബിയ നമുക്ക് വേണം, ഗ്രീൻലാൻഡ് ഞാൻ എടുക്കും, അങ്ങനെ മറ്റു പരമാധികാരി രാജ്യങ്ങളുടെ മേലും ഇതേ അവകാശവാദം ട്രംപ് ഉന്നയിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇതിനെതിരെ നടക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് മാത്രമല്ല, അമേരിക്കൻ ജനതയിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഈ നടപടിക്ക് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിലും വളരെയധികം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. അമേരിക്കൻ കോൺഗ്രസിനോട് ആലോചിച്ചെടുത്തൊരു തീരുമാനമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ട്രംപിനെ ന്യായീകരിക്കാൻ അമേരിക്കക്കകത്ത് തന്നെ അധികം ആളുകൾ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള
അക്രമങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇതേ നിലവാരത്തിൽ തന്നെ ലോകത്തിലെ ഏത് രാജ്യത്തിനോടും ഇതേ നിലപാട് സ്വീകരിക്കാൻ ട്രംപ് സന്നദ്ധനാവും. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഗ്രീൻലാൻഡും അതുപോലെ മെക്സിക്കോയും എല്ലാം ഞാനങ്ങെടുക്കുകയാണ് എന്നുള്ള ആ പ്രസ്താവനയിൽ കാണുന്നത്. ഇത് ലോകത്ത് വലിയ തോതിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും അത് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ നയിക്കുവാനുള്ള സാധ്യതകളും നമ്മൾക്ക് നിഷേധിക്കാനാവില്ല. ഈ പ്രവൃത്തി എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും എതിരാണെന്നുള്ളതിനാൽ ഒരു രാജ്യത്തിനും ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇസ്രായേലോ മറ്റുമാണ് ഇപ്പോഴും അമേരിക്കയുടെ കൂടെ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നത്. കാരണം അവരിതിലും മോശമായ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതേ ന്യായത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റഷ്യ ഉക്രൈനെ ആക്രമിച്ച കാര്യത്തിലും ഇതേ ന്യായം തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെ ഇത്രയും കാലം എതിർത്തുകൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് ഇനി അതിനെ ആ സംഭവത്തെ എങ്ങനെ എതിർക്കാൻ സാധിക്കും? ഈ 21-ാം നൂറ്റാണ്ടിലെങ്കിലും ലോകത്ത് സമാധാനം പുലരും എന്നൊരു പ്രതീക്ഷ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ സമീപകാലത്തെ സംഭവവികാസങ്ങൾ. ഇപ്പോൾ ഗാസയിൽ നടന്ന വലിയ അതിക്രമം, അതിനുശേഷം ഇപ്പോഴിതാ വെനിസുലയിൽ. ഇപ്പോൾ ഗാസയും വെനിസുലയും ഒരേ രീതിയിൽ കാണാൻ സാധിക്കില്ല. കാരണം ഗാസയിൽ ഒരു ചെറിയ പ്രദേശത്തുള്ള വളരെ ദരിദ്രരായ പാവപ്പെട്ട ജനങ്ങളുടെ മേലെയാണ് ഇത്രയും വലിയ അതിക്രമം അഴിച്ചുവിട്ടത്. അതേസമയം വെനിസുല അമേരിക്ക സ്വതന്ത്രമായ അതേ കാലഘട്ടത്തിൽ, അതായത് 45 വർഷം ഇപ്പുറമായിട്ടാണ് വെനിസുല സ്വതന്ത്ര രാജ്യമാവുന്നത്. അതുപോലെ വെനിസുലയിൽ കൃത്യമായിട്ട് വലിയ തോതിൽ ദേശീയ ബോധമുള്ള ജനങ്ങളാണ്. വെനിസുലയിൽ ഈ ട്രംപിൻ്റെ ഈ പാതകം അംഗീകരിച്ചിരിക്കുന്ന ഏക വ്യക്തി മരിയ മച്ചാഡോ എന്ന സമാധാനത്തിന് നോബൽ പ്രൈസ് കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയും അവരുടെ കൂടെ നിൽക്കുന്ന ഏതാനും ആളുകളും മാത്രമാണ്. ഒരു രാജ്യത്തെ ജനങ്ങൾക്കും, അത് ഭരണപക്ഷീയമായാലും പ്രതിപക്ഷമായാലും, അവനവൻ്റെ രാജ്യത്തെ മറ്റൊരു വിദേശ രാജ്യം ആക്രമിക്കുന്നതോ കീഴടക്കുന്നതോ നോക്കി നിൽക്കാൻ ആവുകയില്ല. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം വെനിസുലൻ പൗരന്മാരും ഈ നടപടിക്ക് എതിരാണ്. ഇപ്പോൾ മഡ്രോയോട് എതിർത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും ഈ നടപടി അംഗീകരിക്കാനാവില്ല. ലോകത്തെ വീണ്ടും വലിയ യുദ്ധങ്ങളിലേക്ക് നയിക്കാനിടയുള്ള ഒരു സംഭവമാണിപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വരുംവരായികൾ എന്താണെന്നുള്ളത് നമുക്ക് സമീപ ദിവസങ്ങളിലേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ഒരു സുഹൃത്ത് രാജ്യമായിട്ടുള്ള ഇത്തരത്തിലൊരു സംഭവം നടക്കുന്ന സമയത്ത് അവർ വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാനാവില്ല. അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏതാണ്ട് കടക്കണിയിൽ നിൽക്കുന്ന അമേരിക്കൻ എക്കോണമിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാനാവില്ല. അതിനാൽ തന്നെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ലോകരാഷ്ട്രീയം ഇന്ന് കടന്നു പോകുന്നത്.